ഡിയർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ധന്യ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ബീഫ് കട്ട്ലേറ്റ് ആണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ ബീഫ് വേവിച്ചെടുക്കണം. ഞാൻ 1/2 കിലോ ബീഫാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. മുളക് പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കുക്കർ അടച്ചു വെച്ച് വേവിക്കാം. ബീഫിൻ്റെ ചാറെല്ലാം വറ്റിയതിന് ശേഷം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, അരഞ്ഞു പോകരുത്. ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് അത് നമുക്ക് കൊണ്ടുവരാം. ഞാനിവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയായിരിക്കും നല്ലത്. അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള വളരെ ചെറുതായി ചോപ്പ് ചെയ്തത് കൂടിയിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിയായി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതും നന്നായി വഴറ്റിയെടുക്കാം. പച്ചമുളക് ഒരു 4-5 എണ്ണം വളരെ ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില വളരെ ചെറുതായി അരിഞ്ഞത്, അതും ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് ഒന്നും കൂടി വഴറ്റും. ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യം അടിച്ചു വെച്ചിരുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ചെറുതായി ഒന്ന് ചൂടാറിയതിനു ശേഷം നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈകൊണ്ടോ നന്നായി മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് നമുക്ക് എത്ര വലുപ്പത്തിലുള്ള കട്ട്ലേറ്റ് ആണ് ആവശ്യം അതനുസരിച്ചുള്ള ബീഫ് എടുക്കാം. ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട്ലേറ്റ് ഉണ്ടാക്കാവുന്നതാണ്. ഷേപ്പ് ആക്കിയതിന് ശേഷം നമുക്ക് ഇവിടെ മുട്ട അടിച്ചു വെച്ചിരിക്കുന്നതാണ്. ഒരു മുട്ട എടുത്ത് അത് നന്നായി ബീറ്റ് ചെയ്ത് എടുത്തതാണ്. അതിൽ മുക്കി ബ്രെഡ് ക്രംസിലും മുക്കി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഇനി ഇത് വറക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുത്ത് അത് ചൂടായതിനു ശേഷം അതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം.
വളരെ ടേസ്റ്റിയായ കട്ട്ലേറ്റ്, ബീഫ് കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. ഇതുപോലെ എല്ലാം വറുത്തെടുക്കാം. നല്ല സാലഡിന്റെ, ഒണിയൻ സാലഡിന്റെ കൂടെയോ സോസ് കൂട്ടിയോ എല്ലാം കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. എനിക്ക് സാലഡ് കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം. നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിക്കാൻ ഇഷ്ടം? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. താങ്ക് യു. അടുത്ത റെസിപ്പിയിലൂടെ വീണ്ടും കാണാം.